കൊല്ലം നമ്മൾ സവിശേഷമായി നോക്കേണ്ടതുണ്ട്. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, കൊല്ലം LDF-നെ സംബന്ധിച്ച് കോട്ട കൊത്തളമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ തുണയ്ക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF-ന്റെ ഒരു കോട്ട എന്ന് തന്നെ കൊല്ലത്തെ പറയാം. കോർപ്പറേഷനിൽ ഇത്തവണ കനത്ത മത്സരമുണ്ടോ? LDF-ന് അല്ലാതെ മറ്റാർക്കെങ്കിലും വിജയപ്രതീക്ഷയുണ്ടോ? മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സാഹചര്യം എന്താണ്? കൊല്ലത്ത് ഇടതുപക്ഷത്തിന്റെ കോട്ട തന്നെയാണ്. ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 38 സീറ്റുകൾ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. 28 CPM-നും 10 CPI-ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ 38 സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 38 സീറ്റുകളിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം പല സ്ഥലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 6 കഴിഞ്ഞ തവണ BJP ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 6 അതുപോലെ തന്നെ RSP 4 അങ്ങനെ UDF-ന് ആകെ 10 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. പക്ഷേ ആ നിലയിൽ നിന്ന് അല്പം മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ആദ്യം തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനത്തിലും പ്രചരണങ്ങളും ഒക്കെ തന്നെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. പക്ഷേ വിമതന്മാരുടെ ശല്യം വലിയ രീതിയിൽ UDF-ന് തിരിച്ചടിയാവുന്നുണ്ട്. ആ തിരിച്ചടി ഈ LDF-നുമുണ്ട്. BJP-യും പല സ്ഥലങ്ങളിലും വലിയ ശക്തമായ മുന്നേറ്റമുണ്ട്. കഴിഞ്ഞ തവണ 6 സീറ്റാണെങ്കിൽ ഇത്തവണ ഒരു 17 സീറ്റിലേക്ക് ഒരു തരംഗം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 17 സീറ്റിലേക്കെങ്കിലും പോകുമെന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പിന്നീട് നഗരസഭകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട നഗരസഭ കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളിയിൽ വിഭാഗീയ പ്രശ്നങ്ങൾ അടക്കമുണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. CPM-ൽ കടുത്ത വിഭാഗീയ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ കഴിഞ്ഞ തവണ LDF ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. അവിടുത്തെ മുൻ ചെയർമാനായിട്ടുള്ള കോട്ടയിൽ രാജുവിൻ്റെ ഉൾപ്പെട്ട വിവാദം അടക്കമുള്ള കാര്യങ്ങൾ കരുനാഗപ്പള്ളിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും. അതുപോലെ തന്നെ മറ്റൊരു നഗരസഭ എന്ന് പറയുന്നത് പരവൂരാണ്. പരവൂർ നഗരസഭയിൽ കഴിഞ്ഞ തവണ LDF-ന് 14, UDF-ന് 14, BJP-ക്ക് 4. അങ്ങനെ അവസാനം നറുക്കെടുപ്പിലൂടെ ഒരു ചെയർമാനെ തെരഞ്ഞെടുത്ത ഒരു സ്ഥലം കൂടിയാണ് പരവൂരും. പുനലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ പുനലൂരിൽ 13 സ്ഥലത്താണ് BJP സ്ഥാനാർത്ഥികളെ നിർത്താത്തത്. അത് UDF-ഉം BJP-യും തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, അങ്ങനെയുള്ള ഒരു രീതിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള വിമർശനം LDF ഉന്നയിക്കുന്നു. കൊട്ടാരക്കരയിൽ LDF തന്നെയാണ്. ഇത്തവണയും അതിന് മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ജില്ലാ പഞ്ചായത്ത് ഒരു കാരണവശാലും UDF-ന്റെ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയില്ല. കാര്യം 26 ഡിവിഷനുകളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അതിൽ 23 LDF-ന് ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 45 ഗ്രാമപഞ്ചായത്തുകൾ LDF-ന്റെ പക്കലും അതുപോലെ തന്നെ 23 ഗ്രാമപഞ്ചായത്തുകൾ UDF-ന്റെ കൈവശമാണുള്ളത്. ബ്ലോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 11 ബ്ലോക്കുകളിൽ 10 ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഒരിടത്ത് മാത്രമാണ് UDF-ന് ഭരണമുള്ളത്, അത് ചവറയിലാണ്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വലിയ മുന്നേറ്റം UDF ഇക്കുറി ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ വ്യക്തമാക്കുന്നുണ്ട് കൊല്ലം എത്രത്തോളം വലിയ ഈറ്റില്ലമാണ് LDF-ന്റെ, പ്രത്യേകിച്ച് CPM-ന്റെ ഈറ്റില്ലം എന്നത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയുള്ള കണക്കിലുള്ളത്, ഇപ്പോൾ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാഷ് ഔട്ടായിരുന്നു. കോൺഗ്രസ് പിക്ചറിലുണ്ടായിരുന്നില്ല. UDF 10 or 11 തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമാണ് അന്ന് ഭരണത്തിൽ വന്നത്. അന്ന് ആ ജില്ലയിൽ നിന്ന് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ ഒരു 10 വർധനമുണ്ടാക്കി. ആ വ്യത്യാസം കൃത്യമായി പ്രകടമായിരുന്നു പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കുണ്ടറയും കരുനാഗപ്പള്ളി PC വിശ്വനാഥും പിന്നെ CR മഹേഷും 2 സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ 2 തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൃത്യമായ സൂചകമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് കൊല്ലത്ത് എന്ന് തോന്നുന്നു.